എല്ലാവർക്കും അച്ചൂസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബ്രൊക്കോളി സൂപ്പാണ്. അപ്പോൾ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൂപ്പാണ്, എന്നാൽ വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. ബ്രൊക്കോളി സൂപ്പിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ബ്രൊക്കോളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞതാണ്. ഇനി ഒരു മീഡിയം സൈസ് സവാള ആവശ്യമുണ്ട്. 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ബട്ടർ ആവശ്യമുണ്ട്. മൈദാമാവ് എടുത്തിട്ടുണ്ട്, അത് 1 ടേബിൾ സ്പൂൺ ആണ് ആവശ്യമുള്ളത്. 300 ml പാൽ എടുത്തിട്ടുണ്ട്. കൂടാതെ ആവശ്യത്തിന് വെള്ളവും കുരുമുളക് പൊടിയും ഉപ്പും ഇതിലേക്ക് ആവശ്യമുണ്ട്. സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു പാൻ വെച്ചു. അടുപ്പില് പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ തീയിൽ വേണം വെക്കേണ്ടത്. ബട്ടർ ഉരുകി വരുമ്പോഴേക്കും ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണുണ്ട്. ഇപ്പോ സവാള ചേർക്കാം. സവാളയും ഈ ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കണം. സവാള ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൊക്കോളി ഇവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രൊക്കോളിയും ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് മതി. പിന്നീട് സൂപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പും എരിവും കുരുമുളകും ഒക്കെ ചേർത്ത് യൂസ് ചെയ്യാമല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പാല് ഒഴിക്കുകയാണ്. കൂടാതെ കുറച്ച് വെള്ളം കൂടെ. ഇനി ഇതൊന്ന് വേകട്ടെ. വെന്ത് വന്നിട്ട് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇപ്പൊ ബ്രൊക്കോളിയും ഉള്ളിയും എല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച പാലും വെള്ളവും എല്ലാം കറക്റ്റായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാൻ തീയോ. ഇടയ്ക്ക് വെച്ച് നല്ലതായിട്ട് വറ്റിപ്പോയി വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനി ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണ്ട, അതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജിൽ അരച്ച് മാറ്റാം. അരച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ബ്രൊക്കോളി വഴറ്റിയത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറൊരു പാൻ അടുപ്പിൽ വെക്കണം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് പിന്നെയും 1 കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ ഈ എടുത്തു വെച്ച മൈദാമാവ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം ഈ പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാലെല്ലാം ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി തരിതരിപ്പായിട്ട് പൊടിച്ചത് ചേർക്കുകയാണ്. എരിവെല്ലാം നമ്മുടെ ആവശ്യാനുസരണം ചേർക്കണം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അതിനൊപ്പം ഈ അരച്ചു വെച്ചത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് തിളച്ച് ചെറുതായിട്ട് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ എത്ര ലൂസ് വേണം എത്ര തിക്ക് വേണമെന്നൊക്കെ നമുക്ക് കഴിക്കുന്നവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം.
അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലതായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ബട്ടറിൽ പൂർണ്ണമായിട്ട് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചെയ്താലും മതി. എല്ലാം തയ്യാറാക്കി നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്ന് അറിയിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം.